അപൂർവ രോഗത്തെ മനക്കരുത്തും ഇച്ഛാശക്തിയും കൊണ്ട് അതിജീവിച്ച ഡോക്ടർ 2016 ട്രാൻസ്വേഴ്സ് മൈലറ്റസ് പിടികൂടുന്നത്. അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും ബലക്ഷയം. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ ജീവിതം തിരിച്ചുപിടിക്കുന്ന കഥ ഡോക്ടർ തന്നെ പറയും. ഞാൻ ആ സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു 8 വയസ്സായ ഒരു കുട്ടിയെ പോലെ ആവുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലൈഫ് ഡെത്ത് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാനേ ആവില്ലല്ലോ. നമ്മൾ എത്ര ഡോക്ടറാണെന്ന് പറഞ്ഞാൽ, എത്ര വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് മരണത്തെ നേരിടുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യനാവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല, ഇങ്ങനെ ഒരു ഹോപ്പ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചു, അത് നോക്കിയിരുന്നു, അത്ര തന്നെ. തെറാപ്പികൾ, മരുന്നുകൾ. പ്രതീക്ഷ നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഘട്ടത്തിലാണ് വേദനകളെ കടിച്ചമർത്തി ആ തീരുമാനം കൈക്കൊണ്ടത്. ഏത് പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിടണമെന്ന് മാത്രം പറയുന്ന ഡോക്ടർക്ക് ഇന്നും ചടുല നീക്കങ്ങൾ സ്വായത്തമായില്ലെങ്കിലും സ്വന്തമായി നടക്കാൻ കഴിയുന്നുണ്ട്. സമാനമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഡോക്ടറുടെ വാക്കൊന്ന് മനസ്സിലുറപ്പിക്കണം. എത്ര വയ്യാന്ന് തോന്നി കഴിഞ്ഞാലും മൂവ് ചെയ്യുക, എത്ര വേദന എടുത്താലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതവിടെ ജിമ്മിൽ പോയ ശേഷമാണ് ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മൾ വേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വേദന എടുക്കുകയുള്ളൂ നമുക്ക്. ആ 2020 പുറത്തു പോകാതെ ലോക്ക്ഡൗൺ കൂടി ആയതുകൊണ്ട് തീരെ ബോഡിക്ക് മൂവ്മെൻറ്റ് ഇല്ലാണ്ടായപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വന്നത് ആ സമയത്ത്. അപ്പം അതിനെയൊക്കെ മറികടന്ന് വരണമെങ്കിൽ എന്തായാലും അനങ്ങിയേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ പോകുമ്പോഴും ആ പെയിനും വെച്ചിട്ട് അനങ്ങി അങ്ങ് ഫ്രണ്ടിലെത്തിയിട്ട് ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഞാൻ എത്രയോ ബെറ്ററാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.